കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 2021 ആദ്യ വർഷം തന്നെ ആദ്യ മാസങ്ങളിൽ തന്നെ ഒരു നിപ കേസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഔട്ട് ബ്രേക്ക് എന്നുള്ള നിലയിൽ ഇപ്പോൾ 2018 ശേഷം ഒരു ഔട്ട് ബ്രേക്ക് എന്നുള്ള നിലയിൽ ഉണ്ടായത് 2023 അപ്പോൾ അത് ആ ഒരു ഔട്ട് ബ്രേക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഔട്ട് ബ്രേക്ക് അതായത് നിലനിൽക്കുമ്പോൾ തന്നെ ഇൻഡെക്സ് കേസ് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതായത് ആദ്യം ആർക്കാണ് രോഗം വന്നത് ആ ആളിൽ നിന്നാണ് മറ്റുള്ളവർക്ക് രോഗം പകർന്നത്. അപ്പോൾ ഇൻഡെക്സ് കേസ് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിൽ ലോകത്ത് തന്നെ ഒരു ഔട്ട് ബ്രേക്ക് നിലനിൽക്കുമ്പോൾ ഒരിക്കലും ഒരിടത്തും ഇൻഡെക്സ് കേസ് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റിയിലൂടെ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. പിന്നീട് നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ആൻറ്റിവൈറൽ ഡ്രഗ്സ് ഇപ്പോൾ റെംഡെസിവിറൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ ആ ഘട്ടത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളുടെ അനുഭവത്തിൻ്റെയും അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയിലും നിന്നുകൊണ്ട് ഒരു ചികിത്സാ പ്രോട്ടോക്കോൾ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ പിന്തുടരുന്ന ചികിത്സാ പ്രോട്ടോക്കോൾ കൃത്യമായിട്ട് ആ കാലഘട്ടത്തിൽ നമുക്ക് രൂപീകരിക്കാനായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായിട്ട് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ അത് നടത്തുന്നതിന് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ കോണ്ടാക്ട് ലിസ്റ്റ്, അപ്പോൾ സമ്പർക്ക പട്ടിക, ഇത് കാരണം ഈ രോഗം വളരെയധികം മരണനിരക്ക് ഉയർന്ന ഒരു രോഗമാണ്. ആഗോളതലത്തിൽ 90% മുകളിൽ 90% മുകളിലാണ്. അതായത് 100 പേർക്ക് രോഗം വന്നാൽ 90 പേരും മരണപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ 2023 ഔട്ട് ബ്രേക്കിൽ നമ്മുടെ ഒരു ഞാൻ പറഞ്ഞതുപോലെ ഔട്ട് ബ്രേക്കിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ ആദ്യ കേസ് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനോട് സമ്പർക്കത്തിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ കണ്ടുപിടിച്ചു. അതുകൊണ്ട് അവരെ എല്ലാവരുടെയും നിരീക്ഷണത്തിലാക്കി. അവർക്ക് പനി വന്നപ്പോൾ തന്നെ പരിശോധിച്ചു. അവരിൽ പലരും പോസിറ്റീവായി. അവർക്ക് ആദ്യം തന്നെ മരുന്നുകൾ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ മരണനിരക്ക് 33% കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. അതൊരു ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ റെക്കോർഡാണ്. ഒരു ഔട്ട് ബ്രേക്കിൽ മരണനിരക്ക് 33% ഒരിടത്തും മറ്റൊരിടത്തും അതുണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതും ഈ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ കോണ്ടാക്ട് സമ്പർക്ക പട്ടിക കണ്ടെത്തുന്നത് ഈ രോഗവ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഒരാൾക്ക് രോഗിയിൽ നിന്ന് മറ്റൊരാൾക്ക് രോഗം വന്നു എന്ന് വിചാരിക്കുക, ആ ആൾ അതറിയാതെ സമൂഹത്തിൽ ഇടപെടുന്നു. അപ്പോൾ ഈ ഒരു വൈറസിനെ ക്യാരി ചെയ്യുകയും വൈറസ് ആ വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് മറ്റൊരാളുമായിട്ട് അറിയാതെ കോണ്ടാക്റ്റിലാവുകയും വൺസ് ഈ രോഗം കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആ സമ്പർക്ക പട്ടികയിലുള്ള വ്യക്തി സമ്പർക്ക പട്ടികയിലുണ്ട് എന്നുള്ളത് കണ്ടെത്തപ്പെടാതെ പോയാലുള്ള സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ രോഗം സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, രോഗവ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമ്പർക്ക പട്ടിക തയ്യാറാക്കുക. അതുതന്നെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ നിന്നും ലോ റിസ്ക് കാറ്റഗറിയിൽ നിന്നും നമ്മൾ വേർതിരിക്കും. ഹൈ റിസ്ക് കാറ്റഗറി രോഗം വളരെ വരാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ്. അപ്പോൾ ആ നിലയിൽ ശാസ്ത്രീയമായി രോഗപ്രതിരോധത്തിനും ഒരു ഗൈഡ് ലൈൻ നമുക്ക് രൂപീകരിക്കാനായിട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ നിപ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യം നമ്മൾ നൽകേണ്ടത് ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നു എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രോഗപ്രതിരോധം നടത്തുക എന്നുള്ളത്. രോഗവ്യാപനം സമൂഹത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത്, സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് എങ്ങനെയാണത് ഉറപ്പാക്കുക? അത് പരിശോധനകൾ നടത്തണം. ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ആളുകളെ പരിശോധിക്കാം, അവർക്ക് രോഗമില്ല എന്നുള്ളത് ഉറപ്പാക്കാം. അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതിനു വേണ്ടിയിട്ട് ഒരു ഒന്നിച്ച് നിന്നുകൊണ്ട് രോഗപ്രതിരോധം സാധ്യമാക്കണം. പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടം നമുക്കറിയാം വവ്വാലുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രചണ്ഡ കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഴന്തീനി വവ്വാലുകളാണ് നിപ്പ വൈറസിൻ്റെ സ്രോതസ്. അപ്പോൾ നാച്ചുറൽ റിസർവോയർ എന്നാണ് വവ്വാലുകൾ അറിയപ്പെടുന്നത് നിപ്പ വൈറസിൻ്റെ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വവ്വാലുകളിൽ നിന്ന് പുറത്ത് വരുന്ന അവയുടെ സ്രവങ്ങളിൽ ഇപ്പം അവ രാവിലെ രാത്രി ഒക്കെ അല്ലെങ്കിൽ പുലർച്ചയിൽ കടിച്ചതിൻ്റെ ശേഷിക്കുന്ന പഴങ്ങൾ അത് നമ്മൾ അറിയാതെ എടുക്കുകയും എടുത്തതിന് ശേഷം നമ്മളറിയില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ പറമ്പിൽ പോകുമ്പോൾ നമ്മളൊരു പഴം വീണ് കിടക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൈകൊണ്ട് എടുത്തതിന് ശേഷം അതേ കൈകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകളിലോ അപ്പോൾ അങ്ങനെയുള്ള സ്പർശനം കൊണ്ട് വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ അതിന് ഉള്ള അത്തരത്തിൽ ഈ ഒരു മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള പൊതുവായിട്ടുള്ള ചില മുൻകരുതലുകൾ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും
ഈ ഒരു മഴക്കാലം പകർച്ചവ്യാധികളുടെ ഒരു ഘട്ടം കൂടിയാണ്, പകർച്ചപ്പനികളുടെ ഒരു ഘട്ടമാണ്. അതിൽ സ്വയം ചികിത്സ പാടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്.